നമ്മുടെ ഗസാലി ഇമാം റളിയല്ലാഹുവിൻ്റെ അയ്യുഹൽ വലതു എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഞാൻ ഈ റഹ്മാനിയ കോളേജിൽ നമ്മുടെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന കിതാബാണ്. നല്ല രസമാണ്. ഒരുപാട് ചെറിയ കിതാബാണ്, വളരെ സിമ്പിള്, ഒരു 10-20 പേജുകൾ മാത്രമുള്ള കിതാബാണ്. നല്ല രസമാണ്. ഒരുപാട് ഗുണപാഠങ്ങൾ മക്കൾക്ക് പഠിക്കാനുണ്ടാവും. ഈ ചെറിയ മുത്തഅല്ലിമീങ്ങൾക്ക് ഇത്തരം പാഠങ്ങൾ അവരെ മനസ്സ് നന്നാവാൻ, മുത്തഅല്ലിമീങ്ങൾക്ക് പോലെ മനസ്സ് നന്നാവാൻ, ഹൃദയം വെളിച്ചമുള്ളതാവാൻ, ഈമാൻ ഉണ്ടാവാൻ, ഇബാദത്ത് ചെയ്യാനൊക്കെ അത് ഉപകരിക്കും. നല്ല രസമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം. ഇത് ബഹുമാനപ്പെട്ടവർ പറയാണ്, വഅബ്ദുല്ലാഹ് ബിഖദ്രി ഹാജത്തിക്കും ഇലൈഹി, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ അളവനുസരിച്ചാണ്. നിങ്ങൾ അള്ളാഹിനോട് ഫിർദൗസ് ചോദിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ എന്താ കൊടുക്കുക? അള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നു, അതനുസരിച്ച് നമ്മൾ അള്ളാഹുവിന് എന്താ കൊടുക്കുക? അത് കൊടുക്കണം. അതിൻ്റെ വാല്യൂവിനനുസരിച്ച് നമ്മൾ കണക്കാക്കുന്ന ഒരു സാധനം കൊടുക്കണം, അല്ലേ? നമ്മൾ ഇപ്പോഴും മജ്ലിസിലൊക്കെ കോഴിമുട്ട കൊടുക്കുന്നവരുണ്ട്, കോഴിയെ കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ മോശം എന്ന് പറയല്ല. പക്ഷെ അതിന് പകരം നമ്മൾ എഴുതുന്നത് എന്താ? സ്വർഗത്തിൻ്റെ 7ാമത്തെ തട്ട് കിട്ടാൻ വേണ്ടി സൈനബ ബേബി ഒരു പിന്നെന്താണ് മുട്ട, ഒരു സ്വർണ്ണ വളയെന്നായിരുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ വില കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെയെങ്കിലും കണക്കാക്കാം. ഒരു മൂല്യം നമ്മൾ കണക്കാക്കണം, ഒരു മൂല്യം. മുമ്പൊരു തങ്ങളെ കേരളം മൊത്തം ട്രോൾ ചെയ്ത് അങ്ങനെയാണ്. വാപ്പാടെ ഖബർ വെളിച്ചമാകാൻ വേണ്ടി, സഫ്വാൻ തങ്ങൾ എൻ്റെ സുഹൃത്തു കൂടിയാണ്, വാപ്പാടെ ഖബർ വെളിച്ചമാകാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്തു, ഒരു 100 രൂപ എന്താ കൊടുത്തപ്പോൾ തങ്ങൾ പറഞ്ഞു, ഒരു ട്യൂബ് വാങ്ങിക്കണമെങ്കിൽ തന്നെ 300 രൂപ അവരുടെ മോനെന്ന് ചോദിച്ചു. അത് പിന്നെ കുറേ ദിവസത്തേക്ക് തങ്ങളങ്ങനെ പെട്ടെന്ന് ഏറി കയറില്ല. തങ്ങൾ ഭയങ്കര വെയിറ്റാ, മുകളിലോട്ട് കയറാൻ പറ്റും. തങ്ങൾ നല്ല തടിയുള്ള ആളാണ്. അതുകൊണ്ട് പറയുന്ന ആളുകൾ തന്നെ ഏറിയിലോട്ട് കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ കരുതണ്ടേ? യോഗ്യത ഇല്ലെങ്കിൽ നമ്മൾ ആ ഇബാദത്ത്, ഇപ്പോൾ KP ഉസ്താദ് ചോദിക്കുകയാണെങ്കിൽ ഒരു രസമുണ്ട് കേൾക്കാൻ. കൊളപ്പുറ ഉസ്താദ് ചോദിക്കുകയാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന അള്ളാഹ് സ്വർഗത്തിൻ്റെ വലിയ സ്ഥാനവും പദവിയും അവരങ്ങനെ ചോദിക്കൂല. കാരണം അവർക്കറിയാം അവർ പോലും വട്ടപൂജ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അത് അവരുടെ ഇഖ്ലാസും വിനയവുമാണ്. നമ്മളങ്ങനെയല്ല. നമ്മളെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉംറ ചെയ്തു, ഇനി എനിക്ക് അള്ളാഹിൻ്റെ സ്വർഗ്ഗം ഉറപ്പാണ്, ഞാനാണ് കൊണ്ടോടിയിൽ ഏത് മയ്യത്തും കുളിപ്പിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അസ്രായിൽ വന്ന അപ്പം സ്വർഗ്ഗം ഉറപ്പാണ്, ഞാനാണ് ഖബർ വെട്ടുന്നത്, ഞാനാണ് മറ്റത്, ഞാനാണ് പള്ളിയുടെ സെക്രട്ടറി, ഞാനാണ് പള്ളിയുടെ കൺവീനർ, പ്രസിഡന്റ്. ഒന്നുമില്ല. കോടാനുകോടി അള്ളാഹുവിൻ്റെ ആബിദീങ്ങളുടെ മുന്നിൽ ഇതൊക്കെ വെറും വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ആശങ്ക വേണം, പേടി വേണം, ഭയം വേണം. നമ്മൾ മരിക്കുമ്പോൾ നല്ലൊരു മരണം. ജീവിതം ചിലപ്പോൾ തട്ടിയും മുട്ടിയും ബിസിനസ് പൊളിഞ്ഞും കയറിയും ഇറക്കവും അസുഖമൊക്കെ വരും. അത് ജീവിതമാണ്, എല്ലാവർക്കും ഉണ്ടാവും. ഇന്നില്ലെങ്കിൽ നാളെ വരും. അങ്ങനെയാണ്. അള്ളാഹു താല വലിയ പരീക്ഷണങ്ങളെ തൊട്ട് കാക്കട്ടെ. പക്ഷെ മരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നല്ലൊരു മരണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശാശ്വത ജീവിതം തുടങ്ങല്ലേ? ഒറ്റയ്ക്ക് ഖബറിൻ്റെ അകത്ത് കിടക്കണ്ടേ? അള്ളാഹുവേ, ആ ഒരു സന്തോഷം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ആ ഒരു പരിമളം ആസ്വദിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. ആയിരക്കണക്കിന് പ്രബോധകരുടെ വർത്തമാനത്തിൽ നിന്നും ഞങ്ങൾ ആ ചരിത്രം പഠിച്ചതാണ്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിൽ വെച്ച് ജീവിച്ചവരാണ്. ദഅനി ഉസല്ലി റകഅത്തൈൻ, എനിക്ക് 2 റകഅത്ത് നിസ്കരിക്കാൻ അവസരം തരുമോ? തൂക്കിലേറ്റാമെന്ന ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഇബാദത്തിനെ കുറിച്ച് പറയാനുള്ള ധൈര്യം കാണിച്ചു ഖുബൈബ് റളിയല്ലാഹു അൻഹു. ദഅനി ഉസല്ലി റകഅത്തൈൻ, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കട്ടെ. അവർ ആസ്വദിച്ചത് അങ്ങനെയാണ്. സുജൂദിൽ കിടന്ന് മരിക്കാൻ കൊതിയാണ്, ഇബാദത്ത് ചെയ്തു മരിക്കാനുള്ള കൊതിയാണ്. അങ്ങനെയാണെങ്കിൽ ആഖിറം പേടിക്കണ്ട, ഖബർ പേടിക്കണ്ട. ഖുബൈബ് റളിയല്ലാഹു അൻഹു കിട്ടിയ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? തൂക്കുമരത്തിൽ ഖുബൈബ് കണ്ട തിങ്കളോരേ, തൂക്കുമരത്തിൽ ഖുബൈബ് കണ്ട തിങ്കളോരേ, വാക്കു പറഞ്ഞു ഹബീബ് സ്വർഗമുണ്ട് ചാരേ, ചങ്കില് മുത്തിൻ മൊഴിയേ, ചൊങ്കില് മൗത്തിൻ വഴിയേ, ചുണ്ടില് സ്വലാത്തിൻ കുസുമം, ചന്ദന തെളിവദനം, ഖാത്തിമുൻ നബി കാത്തിരിക്കണു, പൂത്തവല്ലരി ഓർത്തിരിക്കണ്. എന്ത് രസമാണ്, എന്ത് രസമാണ്. പരിശുദ്ധ മദീനയുടെ തിരുമുറ്റത്തിരുന്ന് ഈ വിനീതൻ എഴുതിയതാണ്. ജന്നത്തുൽ ബഖീയിലേക്ക്, പരിശുദ്ധ റൗള ഷരീഫിന്റെ കുബ്ബയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഓർമ്മ വരികയാണ്. ആ മനസ്സിന്റെ അകത്ത് നിറച്ചു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ആരംഭപ്പൂവിനെ നിറച്ചുകൊണ്ട് മരണപ്പെടാൻ കഴിഞ്ഞില്ലേ? സുജൂദിൽ കിടന്ന് മരിക്കാനുള്ള കൊതി കൊണ്ട് തൂക്കുമരപ്പിന്റെ പിരിമുമ്പിൽ എനിക്ക് നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലേ?
എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആരോരുമില്ലാത്ത ആറടി മണ്ണിൻ്റെ അകത്ത് ഈ ആനന്ദം നമുക്ക് ആസ്വദിക്കാൻ കഴിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ. പകലിൻ്റെയും രാത്രിയുടെയും മലക്കുകൾ പിരിഞ്ഞു പോകുമ്പോൾ പകൽ സമയത്ത് നോക്കാനൊരു സംഘം മലക്കുകളുണ്ട്, രാത്രിയും മലക്കുകളുണ്ട്. നിരീശ്വരവാദികൾ മാറിയിരുന്നു കൊണ്ട് ചോദിക്കേണ്ട, എന്തേ അള്ളാഹുവിന് പറ്റൂലേ, മലക്കുകൾ എന്തിനാ? അതൊക്കെയാണ് പുതിയ ചോദ്യങ്ങൾ. അള്ളാഹിന് പറ്റൂലേ, മലക്കുകൾ എന്തിനാ? ജിബ്രീൽ എന്തിനാ? മഴ പെയ്യിപ്പിക്കാൻ മലക്ക് എന്തിനാ? അള്ളാഹു എല്ലാം ഒരു തർത്തീബിൻ്റെ മുകളിലാണ് നടത്തുക. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കളിക്കുന്ന താത്തമാരും കാക്കമാരും ചെറുപ്പക്കാരും, നമ്മുടെ മക്കളൊക്കെ ഒരുപാട് പേര് നിരീശ്വരവാദികളുടെ വലയിൽ കുരുങ്ങിക്കിടക്കുകയാണ്, അഴിച്ചു വരാൻ കഴിയാതെ. വളരെ ശ്രദ്ധിക്കണം, വലിയ അപകടമാണ്. ഈ ചെറിയ മക്കൾക്ക് അതിന് മതവിദ്യാഭ്യാസം കൊടുക്കണം, മദ്രസയെ പറഞ്ഞു വിടണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഓൺലൈൻ ക്ലാസ്സുകളിൽ ഒരുപാട് അപകടമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ സംവിധാനം തുടങ്ങി. കാരണം എല്ലാ അപകടം പിടിച്ച സ്ഥലത്തും നമ്മുടെ ഒരു പ്രസൻറ്റ് ആവശ്യമാണ്. ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മുടെ മക്കളെ റാഞ്ചിക്കൊണ്ടു പോകുന്നുണ്ടോ എന്ന സംശയം വരുമ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങുക. അതിലൂടെ എത്ര മക്കളാണ് അഡ്മിഷൻ എടുക്കുക, അവർക്ക് തനതായ മതത്തിൻ്റെ മൂല്യം നിറച്ചു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കണം, നമ്മുടെ കടമയാണ്. ഇപ്പോൾ വെക്കേഷനിൽ ഒരുപാട് കുട്ടികൾക്ക് ഓൺലൈനിലൂടെ റിയാദുൽ ജന്ന എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്കൂൾ ഓപ്പൺ ആക്കിയിട്ട് മൊബൈൽ കണ്ട് രസിക്കുന്ന മക്കൾക്ക് മൊബൈലിലൂടെ ദീൻ പഠിക്കാനുള്ളൊരു അവസരം ഈ വിനീതൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുകയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ബഹുമാനനായ അൻവർ ബാക്കവി ഉസ്താദ് അവറുകൾ എനിക്ക് പകർന്നു തന്ന ചിന്തകളെ മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കുക. അത് കഴിഞ്ഞ് മരിക്കുമ്പോൾ റാഹത്ത. നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് അള്ളാഹു തന്ന ദഅവത്തിൻ്റെ ഭാഗം അൽഹംദുലില്ലാ പലതരത്തിലും, പ്രസംഗത്തിൽ, പാട്ടിൽ, എഴുത്തിൽ, യൂട്യൂബ് ചാനലാണെങ്കിൽ അത്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അത്, എല്ലാ ഭാഗത്തും ആളുകൾ പലതും പറയും. അതിനാണ് അവർക്ക് നാക്ക് കൊടുത്തിരിക്കുന്നത്. അവർ പലതും പറയും, നന്മ പറയും, തിന്മ ഒക്കെ പറയും. അതൊക്കെ കേട്ടിട്ട് ഞാൻ 10-15 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പേ അങ്ങ് നിർത്തിയിരുന്നെങ്കിലോ? ആലോചിച്ച് നോക്കുക. അതെങ്ങനെ വരും? അത് ഇനിയും വരും. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിലൂടെ, അതിന് ഉസ്താദ് പണ്ട് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ വലിയ ഒഴുക്കിനെതിരെ നീന്തുന്ന പരൽമീനുകളെ പോലെ എന്ന് പ്രസംഗിച്ച ആ മനോഹരമായ സാഹിത്യവാക്ക് അത് നമ്മൾ ഓർക്കണം. ആ പരൽമീനായി നമ്മൾ മാറണം. നമ്മൾ കുതിച്ചു കയറണം, ദീനിനു വേണ്ടി പോരാടണം. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ മുന്നിൽ നമ്മൾ നിറഞ്ഞു നിൽക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ. ദീൻ ഉൾക്കൊണ്ട് മരിക്കുന്ന ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈമാനോട് മരിക്കണം. നമ്മുടെ മക്കളുടെ ഈമാനൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിൽ, ക്യാമ്പസിൽ, സ്കൂളിൽ നമ്മുടെ മക്കൾ പോകുമ്പോൾ അവരെ കൽബിൽ നിന്ന് വിശ്വാസത്തെ പറച്ചെടുത്തു കൊണ്ടുപോവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ മകൻ്റെ റൂട്ട്, സ്വഭാവമാറ്റമൊക്കെ ശ്രദ്ധിക്കണം.